നമസ്കാരം സിറ്റിവി ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ സിബി വർഗീസ്. ആദ്യം പ്രധാന വാർത്തകൾ. പാമ്പക്കട ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഷേർലി സ്റ്റീഫനും വൈസ് പ്രസിഡന്റ് ഉല്ലാസ് തോമസും തൽസ്ഥാനങ്ങൾ രാജിവെച്ചു. മുളന്തുരുത്തിയിൽ വീട് തല്ലി തകർത്തു. MKM ഹയർ സെക്കൻഡറി സ്കൂളിൽ സ്കോളർഷിപ്പ് അവാർഡ് ദാന അനുമോദന സമ്മേളനം നടന്നു. ഉദയനാപുരം ഗ്രാമപഞ്ചായത്തിൽ ഫിഷറീസ് വകുപ്പ് അനുവദിച്ച മത്സ്യ കർഷക ക്ലബ് ഓഫീസിയൻ മന്ദിരത്തിന്റെ ശിലാസ്ഥാപനം MLA കാജിത്ത് നിർവഹിച്ചു. വാർത്തകൾ വിശദമായി. പാമ്പക്കട ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഷേർലി സ്റ്റീഫനും വൈസ് പ്രസിഡന്റ് ഉല്ലാസ് തോമസും തൽസ്ഥാനങ്ങൾ രാജിവെച്ചു. പിറവത്ത് വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിലാണ് അവർ ഇക്കാര്യം അറിയിച്ചത്. മുൻ ധാരണ പ്രകാരമാണ് രാജി. വളരെ അഭിമാനത്തോടും അതിലേറെ ചാരിതാർത്ഥ്യത്തോടും കൂടി 2 വർഷം ജനങ്ങളെ സേവിക്കുവാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ടെന്ന് അവർ പറഞ്ഞു. വാർത്താ സമ്മേളനത്തിൽ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പ്രദീപ് കൃഷ്ണൻകുട്ടി, വികസനാരി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷിജി ഗോപകുമാർ എന്നിവരും പങ്കെടുത്തു. 2 വർഷം, അതായത് പാർട്ടി തീരുമാനം അനുസരിച്ച് 2 വർഷം എന്നാണ് ഞങ്ങൾക്ക് ടൈം വെച്ചിരുന്നത്. അതനുസരിച്ച് ഞങ്ങൾ രാജിവെക്കുന്നതിന് പാർട്ടി നേതൃത്വം ആവശ്യപ്പെട്ട അനുസരിച്ച് ഇന്നത്തെ ദിവസം, കഴിഞ്ഞ മാസം രാജിവെക്കേണ്ടതായിരുന്നു. കുറച്ച് ചില സാങ്കേതികമായ തടസ്സങ്ങൾ കൊണ്ട് നീണ്ടുപോയി. ഇന്നത് ഞങ്ങൾ 3 മണിക്ക് രാജി സമർപ്പിച്ചു. തുടർന്ന് പാർട്ടി തീരുമാനം അനുസരിച്ച് ഭരണ സംവിധാനം മുന്നോട്ട് പോകും. പക്ഷേ ഞങ്ങൾ 2 വർഷം ഞങ്ങൾക്ക് ഉണ്ടായിരുന്ന കാലാവധിയിൽ ഞങ്ങൾ ചെയ്ത വികസന പ്രവർത്തനങ്ങൾ തീർച്ചയായിട്ടും ഞങ്ങൾക്ക് 2 പേർക്കും ഒരു എല്ലാവരുടെയിൽ നിന്നും കിട്ടിയ ഒരു പ്രശംസ, അത് എടുത്തു പറയുന്ന ഒരു കാര്യമാണ്. ഞങ്ങൾ പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് എന്നൊരു വ്യത്യാസം ഇല്ലാതെ അവിടെ 2 പേരും കൂടെ ഒത്തൊരുമയോടെ പോയതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇതുപോലെ നല്ല രീതിയിൽ കാര്യങ്ങൾ ചെയ്യാൻ കഴിഞ്ഞത്. അത് ഞങ്ങൾ കീഴിൽ വരുന്ന 7 പഞ്ചായത്തുകളിലെ മെമ്പർമാരിൽ നിന്ന് പലപ്പോഴും കിട്ടിയ ഒരു അപ്രിസിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞങ്ങൾക്ക് അവിടെ വന്നാൽ ഒന്നുകിൽ പ്രസിഡന്റ് അല്ലെങ്കിൽ വൈസ് പ്രസിഡന്റ് ആരെങ്കിലും ഒന്നുണ്ടായാൽ മതി, ഞങ്ങളുടെ കാര്യങ്ങൾ നടക്കും. ആ ഒരു സന്തോഷം എപ്പോഴും വളരെ വലുതാണ് മറ്റേതിനേക്കാളും. അതുപോലെ പിറവ ആശുപത്രിയിൽ അതുപോലെ തന്നെ നമ്മുടെ ഭൗതിക സൗകര്യങ്ങളെല്ലാം നമ്മൾ തീർത്തിട്ടിരിക്കുകയാണ്. അതിൻ്റെ നമുക്ക് എക്സ്റേ മെഷീൻ നമുക്ക് ലഭ്യമായാൽ അതവിടെ എത്രയും വേഗം ഇൻസ്റ്റാൾ ചെയ്യാവുന്ന രീതിയിൽ തന്നെ ക്രമീകരിച്ചിട്ടുണ്ട്. കൂടാതെ നമ്മുടെ 2ഇടത്തെയും ലാബ് ഫെസിലിറ്റി നമ്മൾ ഇമ്പ്രൂവ് ചെയ്യും. ഇപ്പം പിറവത്ത് സെമി ഓട്ടോ അനലൈസർ ആയിരുന്നു കുറവുണ്ടായിരുന്നത്. അത് ഇപ്പോൾ അടുത്ത ദിവസം അത് ലഭ്യമായിട്ടുണ്ട്. അവിടെ ഇപ്പം ഫുൾ സിംഗിൽ നമുക്ക് ലാബ് ഫെസിലിറ്റി ഫുൾ സിംഗിലായിട്ടുണ്ട്. കൂത്താട്ടുകുളത്ത് ഒരു മെഷീനും കൂടി നമുക്ക് കിട്ടാനുണ്ട്. അപ്പോൾ അത് നമുക്ക് ഈ അടുത്ത് തന്നെ അതും കൂടെ ലഭ്യമാകുമ്പോൾ കൂത്താട്ടുകുളത്തും നമുക്ക് ലാബ് ഫെസിലിറ്റി നമുക്ക് ഭംഗിയായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റും. മുളന്തുരുത്തിയിൽ വീട് തല്ലി തകർത്തു. മുളന്തുരുത്തി പാണ്ടംകുടിയിൽ മാധവന്റെ മകൾ സാവിത്രിയുടെ വീടാണ് കഴിഞ്ഞ ദിവസം രാത്രി 12 മണിയോടുകൂടി തകർത്തത്. സാവിത്രി കിടന്നിരുന്ന മുറിയുടെ ജനൽപ്പാളികൾ പാരയും കല്ലും ഉപയോഗിച്ചാണ് തകർത്തത്. സാവിത്രിയും മകനും വീട്ടിൽ പണിക്ക് നിൽക്കുന്ന ഒരു സ്ത്രീയും മാത്രമാണ് ഇവിടെ താമസിക്കുന്നത്. ഏതാനും മാസങ്ങൾക്ക് മുമ്പ് സാവിത്രിയും 2 വ്യക്തികളും തമ്മിലുണ്ടായ സാമ്പത്തികപരമായ പ്രശ്നങ്ങൾക്ക് കേസ് നടന്നിരുന്നു. ആ കേസിൽ ഹൈക്കോടതി ഉത്തരവ് പ്രകാരം പോലീസ് പ്രൊട്ടക്ഷൻ ഈ കുടുംബത്തിന് നൽകിയിരുന്നു. പക്ഷേ യാതൊരു വിധത്തിലുമുള്ള പ്രൊട്ടക്ഷനും തനിക്ക് ലഭിച്ചില്ല എന്ന് അവർ പറഞ്ഞു. ഹൈക്കോടതി ഉത്തരവ് പ്രകാരം സ്ഥിരമായി പോലീസ് ഈ വഴിയിൽ പട്രോളിംഗ് നടത്തിയിരുന്നുവെന്നും യാദൃച്ഛികമായാണ് ഇങ്ങനെ സംഭവിച്ചതെന്നും പോലീസ് പറഞ്ഞു. സംഭവത്തിൻ്റെ പശ്ചാത്തലത്തിൽ CIയുടെ നിർദ്ദേശപ്രകാരം ഈ കുടുംബത്തിന് പ്രൊട്ടക്ഷൻ ഏർപ്പെടുത്തിയിട്ടുണ്ട്. രാവിലെ പോലീസ് വന്ന് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. കേരളത്തിൽ ഒരു സ്ത്രീക്കും ഇത്തരത്തിലുള്ള അനുഭവം ഉണ്ടാകരുതെന്ന് സാവിത്രി നിറക്കണ്ണുകളോടെ പറഞ്ഞു. ഇന്നലെ രാത്രിയിൽ ഏകദേശം 12 മണിയോടുകൂടി ഞാൻ കിടക്കുന്ന കട്ടിലിൻ്റെ തലയ്ക്ക് ഭാഗത്തായിട്ട് തലയുടെ ഭാഗത്തുള്ള ജനലിലേക്ക് ഒറ്റയടി ആരോ അടിച്ചു കഴിഞ്ഞ് ചില്ലുകളെല്ലാം ഞാൻ കിടക്കുന്ന എൻ്റെ തലയിലേക്ക് അടക്കം ആ റൂമിലേക്ക് വീണു കഴിഞ്ഞപ്പോൾ ആദ്യമേ ഞാൻ ചാടി എഴുന്നേറ്റ് ഞാൻ ഭയങ്കരമായിട്ട് ഒച്ചത്തിൽ കരഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും ഈ നാട്ടിലുള്ള ആൾക്കാർ, റെസിഡൻസിയുടെ ആൾക്കാരെല്ലാവരും ഓടി വന്ന് ഞാൻ ആദ്യം CA വിളിച്ച് വിവരം അറിയിച്ചു. CAനെ വിളിക്കുന്നതിന് മുമ്പ് മുളന്തുരുത്തി സ്റ്റേഷനിലേക്കാണ് വിളിച്ചത്. മുളന്തുരുത്തി സ്റ്റേഷനിൽ വിളിച്ചു കഴിഞ്ഞപ്പോൾ മുളന്തുരുത്തി സ്റ്റേഷനിൽ നിന്ന് പോലീസ് വന്നില്ല. അതിനുശേഷം പിറവം CAനെ വിളിച്ച് പറഞ്ഞതിന് ശേഷം CA പറഞ്ഞതിന് ശേഷമാണ് ഇവിടെ പോലീസ് വന്നത്. പിന്നെ ഞാൻ ഇന്ന് 10-14 ദിവസമായിട്ട് ഹൈക്കോടതിൻ്റെ പ്രൊട്ടക്ഷനിലിരിക്കുന്ന ഒരാളായിരുന്നു. ആ പ്രൊട്ടക്ഷൻ സമയത്ത് ആ ദിവസങ്ങളിലൊന്നും പോലീസ് എനിക്കൊരു പ്രൊട്ടക്ഷൻ തന്നതായിട്ട് തോന്നിയിട്ടില്ല. എനിക്ക്
ഇനി ഒരു പെൺകുട്ടിക്കും പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിയമപാലകരായിട്ടുള്ള ആൾക്കാർ പാവങ്ങളായിട്ടുള്ള മറ്റുള്ളവരെ ഇതേവണ്ണം ചീറ്റ് ചെയ്ത കാര്യം പ്രതികരിച്ചാൽ അവർക്ക് എതിരെ ഗുണ്ടായിസം അയക്കുന്ന ഈ പ്രക്രിയ ഇനി നമ്മുടെ കേരളത്തിലുണ്ടാവരുത്. ഉണ്ടാകാൻ പെട്ടെന്നുള്ള സാഹചര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ സാവിത്രി മാഡത്തും കേസെടുത്തിരുന്നു. അതിനെ സംബന്ധിച്ച് പോലീസിൻ്റെ റിപ്പോർട്ട് ആവശ്യപ്പെട്ടിരുന്നു. പോലീസ് കോടതിക്ക് റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നീട് പോലീസിൻ്റെ ഒരു സംരക്ഷണം ആവശ്യമാണെന്ന് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് തോന്നിയപ്പോഴത്തേക്ക് തന്നെ ബഹുമാനപ്പെട്ട പ്രഥമ CI പോലീസുകാരോട് അതിൻ്റെ നിരീക്ഷണം നടത്താൻ ആവശ്യപ്പെട്ട അനുസരിച്ച് എസ്ഐയുടെ നിർദ്ദേശാനുസരണം ഞങ്ങൾ പോലീസുകാർ രാത്രികാലങ്ങളും പകലുമെല്ലാം നിരീക്ഷണം നടത്തിയിട്ടുണ്ട്. പിന്നെ ഇന്നലെ എന്താണോ ഇവിടെ ഒരു ക്രാഷ് നടന്നതെന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ തീർച്ചയായിട്ടും അതെന്താണെന്ന് പോലീസിൻ്റെ ഭാഗത്തു നിന്നും ശക്തമായൊരു അന്വേഷണം നടത്തിക്കൊണ്ട് ഇത് വല്ല അന്യ സംസ്ഥാന തൊഴിലാളികളെല്ലാം ചെയ്തതാണോ അതോ ഇനി സാവിത്രി പറയുന്ന രീതിയിലുള്ള ഏതെങ്കിലും ആൾക്കാർ ഇതാണെന്നുള്ള പോലീസിൻ്റെ ഭാഗത്തു നിന്ന് ന്യായമായ അന്വേഷണം നടത്തും. പിറവം MKM ഹയർ സെക്കൻഡറി സ്കൂളിൽ സ്കോളർഷിപ്പ് അവാർഡ് ദാന അനുമോദന സമ്മേളനം നടന്നു. പിറവം വലിയപള്ളി സഹവികാരി ഫാദർ റോയ് മാത്യൂസ് മേപ്പാടത്ത് ഉദ്ഘാടനം നിർവഹിച്ചു. കോതമംഗലം എൽദോമാർ ബസേലിയോസ് കോളേജ് പ്രിൻസിപ്പൽ പ്രൊഫസർ ബേബി M വർഗീസ് മനുഷ്യാവകാശ ദിന സന്ദേശം നൽകി. സ്കൂൾ മാനേജർ PC ചിന്നക്കുട്ടി മനുഷ്യാവകാശ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. നോബൽ എഡ്യൂക്കേഷൻ ആൻഡ് ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാൻ PV തോമസ് പുളിക്കൽ സ്കോളർഷിപ്പ് വിതരണം നിർവഹിച്ചു. കായികമേളയിൽ മികവ് പുലർത്തിയവർക്ക് വന്യ സമയം ചുള്ളിക്കാട് കോർപ്പിസ്കോപ്പ അവാർഡുകൾ വിതരണം ചെയ്തു. ജേക്കബ് തുമ്പയിൽ പാമ്പാക്കട ഹോളി കിങ്സ് എഞ്ചിനീയറിംഗ് കോളേജ് ഡീൻ ആൻഡ് പ്രിൻസിപ്പൽ ഇൻചാർജ് MG ഗ്രേഷ്യസ്, പ്രൊഫസർ എബ്രഹാം, മത്തായി മണപ്പാട്ട്, മത്തായി തേക്കുമോട്ടിൽ, PTA പ്രസിഡന്റ് KC സാജു കുറ്റിവേലിൽ, പ്രിൻസിപ്പൽ A ഓനാംകുഞ്ഞ് എന്നിവർ സംസാരിച്ചു. തുടർന്ന് ക്രിസ്മസ് കേക്ക് വിതരണം കോർപ്പിസ്കോപ്പ വന്യ സൈമൺ ചെല്ലക്കാട്ടിൽ സ്വാതിക്ക് നൽകി ഉദ്ഘാടനം ചെയ്തു. വലിയ പള്ളിയോട് ചേർന്ന് നിൽക്കുവാനുള്ള ഭാഗ്യം ലഭിച്ച ഒരു മൂല കുടുംബത്തിലെ 300 വർഷം മാത്രം പഴക്കമുള്ള ആ കുടുംബത്തിലെ 10ാം തലമുറക്കാരനായ എനിക്ക് പിറവത്ത് കിട്ടുന്ന സന്ദർഭങ്ങളൊക്കെയും എൻ്റെ ജീവിതത്തിൽ ഏറ്റവും അവിസ്മരണീയമാണ് എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. അത് തന്നെയുമല്ല, എനിക്കേറെ എൻ്റെ ജീവിതത്തിൽ പ്രയോജനപ്പെട്ട ഒരു കാലഘട്ടം 1995 മുതൽ 2000 5 വർഷക്കാലം കോതമംഗലത്ത് യശശരീരനായ അനശ്വരനായ ബസേലിയോസ് പൗലോസ് ബാവ തിരുമേനിയുടെ അനശ്വര സ്മരണകൾ ഉണർത്തുന്ന ഒരു വലിയ സാക്ഷര കേന്ദ്രത്തിലെ ചെറിയ ഒരു സാരഥിയായി ഇരിക്കുവാൻ ഭാഗ്യം ലഭിച്ചതും ഒക്കെ ഞാൻ അനുഷംഗികമായി ഓർത്തുകൊണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടുമാണ് ഇപ്പോൾ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. സംരക്ഷിക്കുന്നതിന് വേണ്ടി ആത്മാഭിമാനത്തെയും യാതൊരു വിവേചനവും കൂടാതെ മറ്റുള്ളവരുടെ മനുഷ്യാവകാശത്തെ ഉദയനാപുരം ഗ്രാമപഞ്ചായത്തിൽ ഫിഷറീസ് വകുപ്പ് അനുവദിച്ച മത്സ്യ കർഷക ക്ലബ്ബ് ഓഫീസ് മന്ദിരത്തിൻ്റെ ശിലാസ്ഥാപനം MLA കെ അജിത് നിർവഹിച്ചു. മത്സ്യകേരളം പദ്ധതിയുടെ ഭാഗമായാണ് മത്സ്യ കർഷക ക്ലബ്ബ് ആരംഭിക്കുന്നത്. ജില്ലയിൽ മത്സ്യകേരളം പദ്ധതിയുടെ പ്രവർത്തനം മികച്ച രീതിയിൽ നടത്തിയ പഞ്ചായത്ത് എന്ന ബഹുമതിയുടെ അടിസ്ഥാനത്തിലാണ് പഞ്ചായത്തിന് കർഷക ക്ലബ്ബ് ഓഫീസ് മന്ദിരം അനുവദിച്ചിരിക്കുന്നത്. നേരെക്കടവ് ഫിഷ് ലാൻഡിംഗ് സെന്ററിനോട് ചേർന്നാണ് ഓഫീസ് നിർമ്മിക്കുന്നത്. ശിലാസ്ഥാപന ചടങ്ങിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സാബു P മണലോടി, ജില്ലാ പഞ്ചായത്ത് അംഗം PS പുഷ്പമണി, മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് P മുകുന്ദൻ, മെമ്പർമാരായ PD ജോർജ്, KS സജീവ്, രാജലക്ഷ്മി, ഫിഷറീസ് ഇൻസ്പെക്ടർ രാജേഷ്, PK രമ, സുലോചന പ്രഭാകരൻ തുടങ്ങിയവർ സംബന്ധിച്ചു. അതിനോടനുബന്ധമായി വരുന്ന നവീകരണ റോഡുകളൊക്കെ പ്രദേശത്തിന് തന്നെ മാറ്റാൻ തീരുമാനിച്ചുകൊണ്ട് നമ്മുടെ ഭാവി തലമുറയ്ക്ക് നല്ല ഒരു വികസന സാധ്യത നൽകുന്നത്. തീർച്ചയായും ഇതുള്ള വിഷയങ്ങൾക്ക് കൂടുതൽ സാധ്യതകൾ ആരാഞ്ഞുകൊണ്ട് സംസ്ഥാന ഗവൺമെൻറ് ഈ വിഷയം അവതരിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. കോസ്റ്റൽ ഡെവലപ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട് 1-2 പുതിയ സെൻ്ററുകൾ തുടങ്ങണം എന്ന് എഴുതി സൂചിപ്പിക്കുകയുണ്ടായി. അതുമായി ബന്ധപ്പെട്ട് നമ്മുടെ മുറിഞ്ഞപുഴയിൽ മാർക്കറ്റ് നവീകരണം, നമ്മുടെ വെച്ചൂരക്കുള്ള മാർക്കറ്റ് നവീകരണം, അമ്പി മാർക്കറ്റുള്ളത്, വൈക്കത്തൂർക്കൊക്കെ അവർ ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുണ്ട്. വെള്ളൂർ കുഞ്ഞിരാമ മെമ്മോറിയൽ ഹൈസ്കൂളിലെ ഫുട്ബോൾ നാഷണൽ പ്ലെയറായ ശാരിക KVക്ക് സഹായവുമായി ഒരു കായിക പ്രേമി. KMHS സ്കൂളിലെ 9ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് ശാരിക KV.
ജീവിതത്തിൻ്റെ കളിക്കളത്തിൽ പട്ടിണിയും ദാരിദ്ര്യവും ഇവളെ അലട്ടുമ്പോഴും ഇവയെ മറികടന്ന് മനക്കരുത്തോടെ പൊരുതുകയാണ് ഈ വിങ് ബാക്ക്. ശാരിക KV സംസ്ഥാന ഫുട്ബോൾ അണ്ടർ-17 ഹോക്കി ടീമുകളുടെ തുറുപ്പുചീട്ടാണ്. കേരള കൗമുദി സ്പോർട്സ് ലേഖകൻ സാം പ്രസാദ് ഡേവിഡ് കേരള കൗമുദി സ്പോർട്സ് പേജിൽ ശാരികയെക്കുറിച്ച് ഒരു ഫീച്ചർ എഴുതുകയും ശാരികയുടെ മികവും അവസ്ഥയും അറിഞ്ഞ ഒരു കായിക പ്രേമി ഒരു നിശ്ചിത തുക നൽകി സഹായിക്കുകയും ചെയ്തു. സ്കൂളിൽ നടന്ന ചടങ്ങിൽ കടുത്തുരുത്തി ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ TM വേണുഗോപാൽ ശാരിക KVക്കുള്ള തുക മാതാവിന് കൈമാറി. KMH സ്കൂളിലെ 9ാം ക്ലാസ് വിദ്യാർത്ഥിയായ ശാരിക KV നാഷണൽ ഫുട്ബോൾ പ്ലെയറാണ്. ആ ഫുട്ബോൾ പ്ലെയറിൻ്റെ മികവ് കണ്ടിട്ട് കേരള കൗമുദിയിലെ സ്പോർട്സ് ലേഖകൻ സാം പ്രസാദ് ഡേവിഡ് കേരള കൗമുദി സ്പോർട്സ് പേജിൽ ആ കുട്ടിയെക്കുറിച്ച് ഒരു സ്റ്റോറി കൊടുക്കുകയും അത് തിരുവനന്തപുരത്തുള്ള ഒരു കായിക പ്രേമി കാണുകയും 10,000 രൂപ ആ കുട്ടിക്ക് സംഭാവന നൽകുകയും ചെയ്തു. ഇങ്ങനെ ഈ KMH സ്കൂളിൽ 10-40 വിദ്യാർത്ഥികളുണ്ട് ഇപ്പോൾ സ്പോർട്സ് പരിശീലിക്കാനായിട്ട്. ഫുട്ബോളിലും ഹോക്കിയിലുമായിട്ട് ദേശീയ തലങ്ങളിലും സംസ്ഥാന തലത്തിലും ഇവർ മികവ് തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനിപ്പോൾ ഒരു സ്പോൺസറെയാണ് തേടുന്നത്. ടിപ്പർ ലോറി സമരം തീർപ്പായി. വിവിധ ട്രേഡ് യൂണിയൻ നേതാക്കളുടെ സാന്നിധ്യത്തിൽ മോൻസ് ജോസഫ് MLA നടത്തിയ ചർച്ചയിലാണ് ലോറി സമരത്തിന് താൽക്കാലിക വിരാമമായത്. ടിപ്പർ JCB തൊഴിലാളികളുടെ പ്രശ്നം ചർച്ച ചെയ്യുവാൻ 15-ാം തീയതി കളക്ടറുടെ അധ്യക്ഷതയിൽ യോഗം ചേരുമെന്ന് MLA അറിയിച്ചു. ചർച്ചയുടെ അടിസ്ഥാനത്തിൽ ടിപ്പർ ലോറികൾ ഓടിത്തുടങ്ങി. സമരം മൂലം നിർമ്മാണ മേഖല പ്രതിസന്ധിയിലേക്ക് നീങ്ങിയിരുന്നു. സ്കൂൾ സമയത്തെ ടിപ്പറുകൾക്കുള്ള നിയന്ത്രണം എടുത്തു കളയുക, കല്ലറ ഇടയാഴം റൂട്ടിൽ ടിപ്പറുകൾക്ക് ഏർപ്പെടുത്തിയിരിക്കുന്ന വൺ-വേ സമ്പ്രദായം പിൻവലിക്കുക, പോലീസ് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പരിശോധന ഒഴിവാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു സമരം നടത്തിയിരുന്നത്. മുരിയംകുളങ്ങര റോഡിൽ പൊടിശല്യം രൂക്ഷം, ജനങ്ങൾ ദുരിതത്തിൽ. വൈക്കം വെച്ചൂർ റൂട്ടിലേക്കുള്ള ചരക്ക് വാഹനങ്ങൾ മുഴുവനും കടന്നുപോകുന്ന ബൈപ്പാസ് റോഡായ മുരിയംകുളങ്ങര ചേരിൻചുവട് റോഡ് പൂർണ്ണമായും തകർന്നതാണ് ജനങ്ങളെ ബുദ്ധിമുട്ടിലാഴ്ത്തിയിരിക്കുന്നത്. നിരവധി നാളുകളായി തകർന്നു കിടന്നിരുന്ന ഈ റോഡ് വൈക്കത്ത് അഷ്ടമിക്ക് മുൻപായി നന്നാക്കുമെന്ന് പറഞ്ഞിരുന്നുവെങ്കിലും പൂർണ്ണമായും ടാർ ചെയ്ത് നന്നാക്കാതെ റോഡിലുണ്ടായിരുന്ന കുഴികളിലേക്ക് പാറമടയിൽ നിന്നുള്ള വേസ്റ്റ് ഇറക്കിയതാണ് പൊടിശല്യത്തിന് കാരണമായിരിക്കുന്നത്. നിരവധി കുടുംബങ്ങൾ താമസിക്കുന്ന ഇവിടെ പൊടിശല്യം രൂക്ഷമായതോടുകൂടി ആളുകൾക്ക് പുറത്തിറങ്ങുവാൻ കൂടി കഴിയാത്ത അവസ്ഥയാണ്. സമരം മൂലം നിലച്ചിരുന്ന ടിപ്പർ ലോറി ഗതാഗതം പുനരാരംഭിക്കുന്നതോടുകൂടി പ്രതിസന്ധി കൂടുതൽ രൂക്ഷമാകും. ഭയങ്കര പൊടിയാണ് ഇവിടെ. ഈ റോഡ് മനുഷ്യൻ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ വയ്യാത്ത ഒരു സാഹചര്യം ഇവിടെ വന്നിരിക്കുന്നത്. അത് കാരണം ഒറ്റ കുഞ്ഞുങ്ങൾക്ക് പോലും അതിനെപ്പറ്റി ഇവിടെ വീട്ടുകാർ തന്നെ ചിലപ്പോൾ നനച്ചൊക്കെയാണ് ഇവിടെ ഈ റോഡ് പൊടിയൊക്കെ മാറ്റിക്കളയുന്നത്. ലോറി ആണെങ്കിൽ ഒരു 10-20 ഒരുമിച്ചാണ് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ മനുഷ്യന് പോകാനും പാടില്ല, പൊടി കൊണ്ട് ഒരു രക്ഷയില്ല. അങ്ങനെ ഇവിടെ ഈ നാട്ടുകാർ ഈ റോഡ് താമസിക്കുന്നവരൊക്കെ വളരെ മൂക്കുപൊത്ത ഇതിലൂടെ നടക്കുകയൊക്കെ ചെയ്യുന്നത്. തലയോലപ്പറമ്പിൽ സംഘടിപ്പിച്ച സത്യസുവിശേഷം ബൈബിൾ കൺവെൻഷൻ സമാപിച്ചു. 4 ദിവസങ്ങളിലായി നടന്ന കൺവെൻഷനിൽ 100 കണക്കിന് വിശ്വാസികൾ പങ്കെടുത്തു. തലയോലപ്പറമ്പ് ആശുപത്രി ജംഗ്ഷനിൽ നടന്ന സത്യസുവിശേഷം ബൈബിൾ കൺവെൻഷൻ പാസ്റ്റർ KS എബ്രഹാം, ബാബു ചെറിയാൻ, സണ്ണി കുര്യൻ, രാജീവ് പൂവക്കാല, VP ഫിലിപ്പ് എന്നിവരാണ് സുവിശേഷ യോഗത്തിന് നേതൃത്വം നൽകിയത്. പ്രധാന വാർത്തകൾ വീണ്ടും. പാമ്പക്കുട ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഷേർലി സ്റ്റീഫനും വൈസ് പ്രസിഡന്റ് ഉല്ലാസ് തോമസും തൽസ്ഥാനങ്ങൾ രാജിവെച്ചു. മുളന്തുരുത്തിയിൽ വീട് തല്ലി തകർത്തു. MKM ഹയർ സെക്കൻഡറി സ്കൂളിൽ സ്കോളർഷിപ്പ് അവാർഡ് ദാന അനുമോദന സമ്മേളനം നടന്നു. ഉദയനാപുരം ഗ്രാമപഞ്ചായത്തിൽ ഫിഷറീസ് വകുപ്പ് അനുവദിച്ച മത്സ്യ കർഷക ക്ലബ് ഓഫീസ് മന്ദിരത്തിന്റെ ശിലാസ്ഥാപനം MLA അജിത് നിർവഹിച്ചു. സിറ്റി ന്യൂസ് പൂർണ്ണമാവുന്നു. നമസ്കാരം.